നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇടയ്ക്കൊക്കെ ഷോർട്സ് വീഡിയോക്കൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് പ്ലാൻ ചെയ്യും. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഷൂട്ട് വരും, ഞാൻ പോവും, സുഭാഷേട്ടൻ്റെ വഴിക്ക് പോവും. അങ്ങനെ ഒരുമിച്ചില്ലാത്ത കാരണം പലപ്പോഴും അങ്ങനെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഒരുമിച്ചുണ്ട്. ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ എന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ വീഡിയോയുടെ വിഷയം എന്താണെന്നുള്ളത് സുഭാഷേട്ടൻ തന്നെ പറയും. സുഭാഷേട്ടോ, വാ. ഹലോ, മൈക്ക് കൈമാറുക. കാരണം എന്താന്ന് വെച്ചാൽ വരുന്ന വഴിക്ക് മനസ്സിലായില്ലേ? കഷ്ടം, ഇത്ര നല്ല ഇൻട്രോ കൊടുത്തിട്ട്. ജോർജ് സാറായിട്ടല്ലേ ഞാൻ ഹലോ പറഞ്ഞപ്പോ? ഹലോ, മനസ്സിലായില്ല. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് വീഡിയോ ചെയ്യല്ലോ, അവൾ പറഞ്ഞല്ലോ. അപ്പോൾ വിഷയം എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വിഷയം വണ്ടിയായിരിക്കും. കാരണം അറിയാലോ, അപ്പോൾ എൻ്റെ ഐഡിയ പോയി. എൻ്റെ ഐഡിയ ആണ് ഇപ്പോൾ ഇന്നത്തെ ഐഡിയ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ ഹോണ്ട സിറ്റി, നമ്മുടെ വണ്ടി ഹോണ്ട സിറ്റിയാണ്. കുറേ കാലം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് വേറൊരാളോട് നമ്മളെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട്, അത് പറയാം. അപ്പോൾ ഹോണ്ട സിറ്റിയിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഇതിൻ്റെ മൈലേജാണ്. ഇപ്പോഴത്തെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസ് വലിയൊരു കൺസേൺ ആണ് എല്ലാവർക്കും. അപ്പോൾ നല്ല മൈലേജുള്ള വണ്ടി സെലക്ട് ചെയ്യുന്നു. പിന്നെ പെട്രോൾ എഞ്ചിനാണ് ഇപ്പോൾ അല്ലേ, പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനെല്ലാം ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോൾ എഞ്ചിൻ ആണ് എല്ലാവർക്കും എടുക്കാൻ താല്പര്യം. ഡീസൽ എഞ്ചിൻ എടുക്കാൻ എല്ലാവർക്കും ഇച്ചിരി മടിയൊക്കെയാണ്, ക്യാൻസലാവുമെന്നുള്ള ഒരു ടെൻഷനുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പം നമുക്ക് നല്ലൊരു യൂസ്ഡ് കാറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഹോണ്ട സിറ്റി നല്ലൊരു ചോയ്സാണ്. കാരണം ഹോണ്ട സിറ്റി ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കംഫർട്ടാണ് ശരിക്കും ഹോണ്ട സിറ്റിക്ക്. ഇപ്പോൾ നമ്മളൊരു 3 വർഷത്തോളം യൂസ് ചെയ്യില്ല, 3 വർഷമല്ലേ കൂടുതലായി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ഞാനിപ്പോഴും നോട്ടീസ് ചെയ്യുന്നത് വെച്ചാൽ, എല്ലാവരും ഹോണ്ട സിറ്റിയുടെ മൈലേജ് പറയുന്ന സമയത്ത് മൈലേജ് വളരെ കുറവാണ്. 10 കിലോമീറ്റർ 11 കിലോമീറ്റർ എന്നൊക്കെ പറയാം. പക്ഷേ അത് സത്യമല്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്താ ആളുകൾ ഇങ്ങനെ പറയുന്നത്. ഇപ്പം ഡ്രൈവിംഗ് സ്റ്റൈലിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ശരിക്കും ഈ പെട്രോൾ വണ്ടിയുടെ മൈലേജ് എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഓട്ടോമാറ്റിക്കുമാണ്. എങ്കിലും അത്ര മൈലേജ് ഒന്നുമല്ലേ വണ്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് 20 കിലോമീറ്റർ ഒക്കെ മൈലേജാണ് ആക്ച്വലി ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. 20 കിലോമീറ്റർ, 20ൻ്റെ മുകളിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈയിടെ കുറച്ച് മുമ്പ് ബാംഗ്ലൂർ, മൈസൂരൊക്കെ പോയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. ആ വീഡിയോ ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മൈലേജ് ഒന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ അത് ഇടാൻ കഴിഞ്ഞിട്ടില്ല. കാരണം പല പല കാര്യങ്ങളുമായിട്ട് അത് പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് പിന്നെ നടക്കില്ല. അപ്പോൾ ഇപ്പം ഞങ്ങളത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും ചിലർക്ക് യൂസ്ഫുൾ ആവും. കാരണം ഇപ്പം എല്ലാവരും പറയും ഡ്രൈവിംഗ് സ്റ്റൈൽ ശ്രദ്ധിക്കണം, നമ്മൾ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്താൽ മൈലേജ് കിട്ടും പെട്രോൾ വണ്ടിക്ക്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ ഓടിക്കണം, എങ്ങനെയാണ് എനിക്ക് മൈലേജ് കിട്ടുന്നത്, അതെ. അപ്പോൾ എനിക്കെങ്ങനെയാണ്, പലർക്കും പല മെത്തേഡ്സ് ഉണ്ടാവും പലർക്കും. പക്ഷേ എങ്കിലും എൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണ്, ഞാനെങ്ങനെയാണ് മൈലേജ് ഇത്രയും എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് പറഞ്ഞെങ്കിൽ വളരെ പതുക്കെ വണ്ടി ഇങ്ങനെ ഓടിച്ച് പോയാലേ മൈലേജ് കിട്ടും. അങ്ങനെയൊന്നുമല്ല. വളരെ പതുക്കെ വണ്ടി ഓടിക്കാൻ പാടില്ല, ഭയങ്കര സ്പീഡിൽ ഓടിക്കാൻ പാടില്ല. നമ്മൾ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തുകൊണ്ട് വണ്ടി ഓടിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ഇദ്ദേഹം വിറ്റാര ഹൈബ്രിഡാണ്, ഇൻ്റലിജൻറ്റ് ഹൈബ്രിഡാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള പുള്ളി നമ്മളെ ജീവിതത്തിലേക്ക് വന്നിട്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഈ വിറ്റാര എടുക്കാമെന്നായിരുന്നു. അപ്പോൾ ഈ വിറ്റാര എടുക്കാമെന്ന് വിചാരിച്ചു. ഈ വിറ്റാര ബുക്ക് ചെയ്തു. പിന്നെ B60 ബുക്ക് ചെയ്തു. പക്ഷേ B60 നിന്ന് മാറി പിന്നെ ഈ വിറ്റാരയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്താ പറയുക, B60 അന്യായ ലുക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്കൊരു ക്രോസ് ഓവർ സ്റ്റൈൽ വണ്ടിയാണ് കൂടുതൽ താല്പര്യം, ഒരു SUV-യേക്കാളും കൂടുതൽ. പക്ഷേ SUVയുടെ ഗുണങ്ങളുണ്ടെങ്കിലും കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ, പിന്നെ മാത്രമല്ല ടയോട്ടയാണല്ലോ ഡെവലപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ എടുക്കുക എന്നുള്ള രീതിയിൽ ഈ വിറ്റാര ബുക്ക് ചെയ്തു വിചാരിച്ച്. പക്ഷേ ഈ ഒരുപാട് അവരുടെ ലോഞ്ച് നടക്കുന്നില്ല, അവിടെ പോകുന്ന ഈ ഷോറൂമിൽ. പക്ഷേ വണ്ടി എന്ന് ഇറങ്ങുമെന്നോ വണ്ടിയുടെ വിലയോ ഒന്നും പുറത്ത് വന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ അതെ, അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു വണ്ടി അപ്രതീക്ഷിതമായി വന്നതാണ്. ഇതാകെ 2 വർഷമായിട്ടുള്ള ഈ വണ്ടി 15,000 ഓടിയിട്ടേ ഉള്ളൂ. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അതിന് ഇതിനകത്തൊക്കെ പുതിയ ഒരു കാറിൻ്റെ സ്മെല്ലുണ്ടാവില്ല, അതുപോലും മാറിയിട്ടില്ല. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഡോക്ടർ ജസ്രീന പുള്ളിക്കാരുടെ വണ്ടിയാണ്, കണ്ണൂരുള്ള വണ്ടിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ, അപ്പോൾ അളിയനൊക്കെ കണ്ണൂരാണ്. അപ്പോൾ അങ്ങനെ അളിയനൊക്കെ വണ്ടി പോയി നോക്കി, അങ്ങനെ ഓക്കെ കൊള്ളാം, അടിപൊളി വണ്ടിയാണെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ ഞങ്ങളങ്ങ് വാങ്ങിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വിശേഷം അതും ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് ആകുമ്പോൾ മൈലേജിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ നമ്മൾ കൂടുതൽ അല്ലേ, ഫ്യൂൽ എക്കണോമി നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവെക്കാം. ഒരുപാട് ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല, ഇതിൽ ഹോണ്ട സിറ്റിയുടെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമ്മൾ വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ മൈലേജ് എങ്ങനെയാണ്, അപ്പോൾ ഞാനൊന്ന് ഓടിച്ച് എനിക്കൊന്ന് പഠിക്കണമല്ലോ എങ്ങനെയാണ് ഇതിൻ്റെ മൈലേജ് കാര്യങ്ങൾ. ഇപ്പോൾ ലോങ് ഒന്നും പോയിട്ടില്ല അതുമായിട്ട്.
അപ്പോൾ മൈലേജൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് എടുക്കാമെന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ആ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഓർത്തത് എന്നാൽ പിന്നെ ഒരു മൈലേജ് അങ്ങ് നോക്കിയാലോ എന്ന് വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കിയറിയാം, മുത്തങ്ങയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 6 കിലോമീറ്റർ ഓടിയതിൻ്റെ ആവറേജ് മൈലേജ് 25 കിലോമീറ്റർ പെർ ലിറ്ററാണ്. ഇപ്പോൾ 18.5 കാണിക്കുന്നത്. അങ്ങനെ വരുന്ന വഴി ഈ കഫേ കോഫിയുടെ നിന്ന് കയറി കന്നഡ കഫേ കോഫി മനസ്സിലാവുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ മൈലേജ് 18 കിലോമീറ്ററിൽ മേലെ. അപ്പോൾ നമ്മൾ കുറച്ച് AC ഒക്കെ ഇട്ടിരുന്നു കുറച്ച് നേരം. പിന്നെ കോഫിയൊക്കെ ഞാൻ പോയി കോഫി വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം അവളോട് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മൈലേജ് ഡ്രോപ്പ് ചെയ്യണം. പിന്നെ അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാധനം ഗുണ്ടൽപേട്ടല്ലേ അപ്പം അങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാറില്ല. പക്ഷേ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ നല്ല മൈലേജ് 18ലേക്ക് കുറഞ്ഞു. പക്ഷെ എന്നാലും നമുക്ക് നോക്കാം അവിടെ എത്തുമ്പോൾ എത്ര കിട്ടുന്ന ആവറേജ്. അങ്ങനെ നമ്മൾ ഏകദേശം മൈസൂർ എത്തിയിട്ടുണ്ട്. മൈസൂർ എത്തി തോന്നുന്നല്ലേ? ഇപ്പം നമ്മുടെ മൈലേജ് എത്രയാ? 19.1 അവിടെ നിന്ന് ഇങ്ങോട്ട് മൈലേജ്. അത്യാവശ്യം ബ്ലോക്കുകളൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ ഫ്രീ റോഡൊന്നും ഇല്ല, എന്നാലും കുറച്ചൊക്കെ ഫ്രീ റോഡ് കിട്ടി. പിന്നെ കുറച്ച് ബ്ലോക്കും ടോളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം നമുക്കിനി ബാംഗ്ലൂർ ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാൽ എന്തായാലും മൈലേജ് കൂടും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ബാംഗ്ലൂർ മൈസൂർ ഹൈവേയിലെത്തി. ഇപ്പോൾ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ക്ലിയർ ആണോന്ന് അറിയില്ല. ഫോക്കസ് ആണ്. ഇതിന് മുകളിൽ കണ്ടില്ലേ? ഈ മുകളിൽ ഇതാ 30 ഫോക്കസ് ഒന്നുമില്ലല്ലോ. ഇല്ല 30 കേട്ടല്ലേ? 30 ഇങ്ങനെ കുറഞ്ഞു വരുന്ന കണ്ടില്ലേ? ഒരു ഗ്രാഫാണ് മൈലേജിൻ്റെ. അപ്പോൾ ഇച്ചിരി ഇപ്പം ക്രൂസ് കൺട്രോൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ എക്കണോമി മോഡിലാണ്. ക്രൂസ് കൺട്രോൾ ഓണാണ്. സ്പീഡ് ഏകദേശം ഒരു 80ൻ്റെ അടുത്തായിട്ടാണ് സ്പീഡ്. ജസ്റ്റ് കുറച്ചാണ്, ഒരു 90 സ്പീഡ് വരെയൊക്കെ നമുക്ക് പോകാം. എന്നാലും മൈലേജ് സെയിം കിട്ടും. അപ്പോൾ ഇപ്പം കണ്ടോ, കയറ്റം കയറിയ സമയത്ത് ഗ്രാഫ് കുറഞ്ഞൊരു 15 വരെ. അപ്പോൾ 15 കിലോമീറ്റർ മൈലേജ്. അത് കൂടി വരുമ്പോൾ അപ് ടു 30 കിലോമീറ്റർ മൈലേജ് വരെ കണ്ടോ. ഇപ്പോൾ 30ലാണ്. ഈ കറണ്ട് ഇപ്പം ഈ സമയത്ത് 30 കിലോമീറ്റർ മൈലേജിനാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞാൽ ഏതൊരു 15 അത് മുകളിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഗ്രാഫ് ഇങ്ങനെ നോക്കി പോയാൽ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ആവറേജ് മൈലേജ് ഇവിടെ വരുന്നത് എന്നുള്ളപ്പം 19.1 ആയിരുന്നു, 19.2 ആയി. അപ്പോൾ അത് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു അവരുടെ ഒരു സംവിധാനം. കുറേ വന്നു. നമ്മുടെ കറണ്ട് മൈലേജ് 19.5 ആയിട്ടുണ്ട്. അല്ല 19.6 ആയിട്ടുണ്ട് അല്ലേ? യെസ്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ. ബാംഗ്ലൂർ എത്ര 10-50 ഒക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് 20 കിലോ 19.9 20 കിലോമീറ്റർ ജസ്റ്റ് ആയിട്ടൊന്ന് കയറ്റം വന്നപ്പം കുറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് സംഭവം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പം നമ്മളെ മൈലേജ് ഇതാ കറക്റ്റ് 20 കിലോമീറ്ററാണ്. ആവറേജ് നോക്കി ഏകദേശം എത്രയാണ്? 223 കിലോമീറ്ററിന് ആവറേജാണ്. ഇപ്പം 20 കിലോമീറ്റർ മൈലേജ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 19.4 കിലോമീറ്ററാണ് മൈലേജ്. 259, അതായത് 260 കിലോമീറ്റർ ഓടിയതിൻ്റെ ആവറേജാണ്. കണ്ടേ, ബാംഗ്ലൂർ സിറ്റിയിലാണുള്ളത്. ഇവിടെ കുറച്ച് മൈലേജ് പറയാൻ കാരണം ഇപ്പോൾ സിറ്റിയിലേക്ക് കുറേ കയറിയതിനു ശേഷം കുറേ ഓടിച്ചു. അതുകൊണ്ടാണ് കുറച്ച് കുറഞ്ഞൊരു 19.5 ആയി. ഇപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ പോവാണ്. പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടല്ലേ, ഭയങ്കരമായ ബ്ലോക്കാണ്. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അറിയാലോ ഭയങ്കര ട്രാഫിക്കാണ്. ബമ്പട്ടുമ്പ ട്രാഫിക്കാന്ന് പറയാം. എന്നിട്ട് നമുക്കിപ്പോഴും 18.4 കിലോമീറ്റർ ഇപ്പോഴും മൈലേജ് ഉണ്ട്. അങ്ങനെ വല്ലാതെ താഴ്ന്നു പോകുന്നൊന്നുമില്ല. ഓക്കെ, ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഇത്ര നേരമായി നമ്മുടെ മൈലേജ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അനങ്ങാൻ വയ്യ, നിർത്തിയിട്ടിരിക്കുക. കിലോമീറ്റർ നോക്കി അറിയാം എത്ര നേരം കൊണ്ട് എത്രയാണ് മൂവ് ചെയ്തതെന്നുള്ളത്. അങ്ങനെ ഞങ്ങളുടെ
എംപയർ എന്ന് പറയുന്ന ഹോട്ടൽ എത്തിയിട്ടുണ്ട്. ഇത്രയും ബ്ലോക്ക് എല്ലാം കഴിഞ്ഞിട്ട് എമറാൾഡ് അല്ലേ, എമറാൾഡ് എന്ന് പറഞ്ഞ ഹോട്ടൽ എത്തിയിട്ടുണ്ട്. ഇത്ര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭീകരമായ ബ്ലോക്കായിരുന്നു. എന്നിട്ട് നമുക്കിപ്പോൾ സിറ്റിയിലൂടെ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു എത്ര കിലോമീറ്റർ ഓടി ഉണ്ടോ സിറ്റിയിലൂടെ നമ്മൾ? സിറ്റി കയറിയിട്ട് എനിക്ക് തോന്നുന്നു 40 കിലോമീറ്ററെങ്കിലും ആയിട്ടുണ്ടാവും നമ്മുടെ ഹോട്ടല്. പക്ഷെ നന്നായിട്ട് വേറെ കാണിക്കാം. ഇതാണല്ലേ, ഇത്രയാണ് നമ്മുടെ ശരിക്കും 281 കിലോമീറ്ററിന് ആവറേജ് മൈലേജ്. അങ്ങനെ ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഈ നാട്ടിലേക്ക് തിരിച്ച് അങ്ങനെ നമ്മൾ മൈസൂരെത്തി. സമയം എത്രയും 11:30. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം കണ്ടാവും 18.8 കിലോമീറ്ററാണ് ഇപ്പോൾ മൈലേജ്. ടോട്ടൽ കിലോമീറ്റർ നോക്കണം, 440 കിലോമീറ്ററിൻ്റെ ആവറേജാണ് 18.8. പക്ഷേ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഒരു മിനിറ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഒരു 26 കിലോമീറ്റർ ഓടിയതിൻ്റെ ആവറേജ് നോക്കി 24.1. അപ്പോൾ ചില സമയങ്ങളിൽ ആ മൈലേജ് വരും. പിന്നെ നമ്മൾ സിറ്റിയിലൂടെയൊക്കെ പോകുന്ന സമയത്ത് പതുക്കെ അത് കുറഞ്ഞ് നമ്മൾ നിർത്തിയിടുന്നതും എല്ലാം കൂടെ അങ്ങനെ കുറഞ്ഞും കൂടിയും ഒക്കെ വന്ന ആവറേജാണ് ഈ കാണുന്നത്. അപ്പോൾ 450 കിലോമീറ്ററിന് ആവറേജ് 18.8, അതായത് ഒരു 19 കിലോമീറ്ററോളം മൈലേജ്. ഇനി കുറച്ചുകൂടെ നന്നായി വിളിച്ച ഒരു 20 കിലോമീറ്റർ വരെയൊക്കെ ആവറേജ് മൈലേജ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഹോണ്ട കൊള്ളാം അല്ലേ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത്, എൻ്റെ ഒരു മെത്തേഡ് എന്നാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, പലരും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതായത് ഞാൻ ക്രൂസ് കൺട്രോൾ മാക്സിമം യൂസ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുക. അത് ചെറിയ സ്പീഡാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുക. പിന്നെ സഡൻ ആക്സലറേഷൻസ് കുറയ്ക്കും. ഈ 2 കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം ഞാൻ പലരോടും ഇങ്ങനെ നേരിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും പറയും അതെങ്ങനെ ക്രൂസ് കൺട്രോളൊക്കെ നമ്മൾ ഒരുപാട് വലിയ സ്പീഡിലൊക്കെ ഹൈവേയിൽ പോകുമ്പോഴല്ലേ യൂസ് ചെയ്യാൻ. അങ്ങനെയല്ല. അതായത് ഇപ്പം പല മാനുഫാക്ചേഴ്സിനെ നോക്കിയാൽ അറിയാം 30 സ്പീഡിലും 40 സ്പീഡിലൊക്കെയാണ് ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ആവുക. ഇപ്പോൾ ഹോണ്ട സിറ്റിക്കാണെങ്കിൽ 40 സ്പീഡിലാണ് ആക്ടിവേറ്റ് ആവുക. 30 സ്പീഡിൽ ആക്ടിവേറ്റ് ആവുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഹയർ സ്പീഡിലാണെങ്കിൽ എന്തിനാണ് അവർ ഇത്രയും ചെറിയ സ്പീഡിൽ അത് കൊടുക്കുന്നത്, ആ ഫെസിലിറ്റി? അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മളൊരു 60 സ്പീഡിൽ നമ്മൾ പോകാമെന്ന് വിചാരിക്കാം. അപ്പോൾ 60 സ്പീഡിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ RPM മീറ്റർ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എന്നിട്ട് നമ്മൾ ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും RPM മീറ്റർ താഴ്ന്നു പോയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ എഞ്ചിനൊരു റസ്റ്റി പൊസിഷനിലേക്ക് ഇങ്ങ് പോയിട്ടുണ്ടാവും. പക്ഷേ സ്പീഡ് കറക്റ്റ് 60 ആയിട്ട് മെയിൻറ്റെയിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കാലുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ രീതിയിൽ അത്രയും കുറച്ച് ഫ്യൂവലിൽ നമുക്ക് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് ലാഭമൊന്നുമല്ല തരാം. ഒരു ലിറ്ററിൽ മിനിമം ഒരു 4 മുതൽ 5, 6 കിലോമീറ്റർ വരെ നമുക്ക് ഡിഫറൻസ് വരും ഈ ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്ത് ഓടിക്കുന്നതും പ്ലസ് നമ്മൾ സഡൻ ആക്സലേഷൻസ് ഒഴിവാക്കുന്നത്. ഇപ്പോൾ സഡൻ ആക്സലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അറിയാലോ, ചിലരുണ്ടാവും ഇങ്ങനെ സ്പീഡിൽ വരും, പിന്നെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ സ്പീഡിൽ ഇങ്ങ് എടുക്കും, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യും. ട്രാഫിക്കിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വലിയ സമയലാഭം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ, പക്ഷേ ഇപ്പോൾ വണ്ടി എന്ന് പറയുന്നത് വെയിറ്റ് ഉള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അതിന് ഒരു ശരിക്കും സ്റ്റോപ്പായൊരു രീതിയിൽ നിന്ന് നമ്മൾ പിന്നെ മൂവ് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ അതിന് അത്ര എനർജി വേണം. അപ്പോൾ അത്രയും ഫ്യൂൽ ബേൺ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക, സ്ലോ ആയിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. മനസ്സിലായില്ലേ? പിന്നെ എല്ലാവരും പറയുന്ന ഈ ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ റോഡിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ ചിലർ പറയും അത് അപകടമല്ലേ, നമ്മളെങ്ങനെയാണെന്നൊക്കെ പറയാം. എന്ത് അപകടം? കാര്യം നമ്മളിപ്പോൾ 40 സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ക്രൂസ് കൺട്രോൾ ഇടുന്നതുകൊണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. അതായത് നമ്മൾ ബ്രേക്കപ്പം ചെയ്യുന്നതപ്പം ഡീആക്ടിവേറ്റ് ആയി. അപ്പോൾ ഒരു 50 മീറ്റർ അല്ലെങ്കിൽ ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ കിട്ടുമല്ലോ നമുക്കിങ്ങനെ. സാധാരണ ട്രാഫിക്കിലൊക്കെ ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോൾ, അത്രയും വേണമെന്നില്ല, ഗ്യാപ്പ് കിട്ടുമ്പോൾ ക്രൂസ് കൺട്രോൾ അങ്ങ് ആക്ടിവേറ്റ് ചെയ്യും. അത് ചിലപ്പം കുറച്ച് നേരത്തേക്കായിരിക്കും, ചിലപ്പം കുറച്ച് സെക്കൻഡ് നേരത്തേക്കായിരിക്കും, ചിലപ്പം കുറച്ച് മിനിറ്റുകളായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ ഒരു 100 കിലോമീറ്റർ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മളത് ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും, ചെറിയതും വലുതും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊരു ആവറേജ് നല്ലൊരു മൈലേജ് തരും. പിന്നെ ചിലപ്പോഴൊക്കെ നമുക്കൊന്ന് പൊളിച്ച് ഓടിക്കണമൊക്കെ തോന്നുമ്പോൾ, അപ്പോൾ ഹോണ്ട സിറ്റിയിലാണെങ്കിൽ നേരെ എക്കോ മോഡ് ഓഫ് ചെയ്യും, പിന്നെ സ്പോർട്സ് മോഡിലിടും, പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് നല്ല അടിച്ച് പൊളിച്ച് നമ്മളങ്ങ് ഓടിക്കും. പക്ഷേ അപ്പോഴും ചിലർ ചോദിക്കും CVT അല്ലേ, അത്ര വലിയ പെർഫോമൻസ് ഉണ്ടോയെന്ന്. ഇപ്പോൾ DCTയെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ര പെർഫോമൻസ് ഇല്ല, ശരിയാണ്. പക്ഷേ അതിനും ഒരു മെത്തേഡ് ഉണ്ട്. ലൈക്ക് ഇപ്പം നമ്മളൊരു വളരെ സ്ലോ സ്പീഡിൽ, ഇപ്പോൾ ഒരു 20-30 സ്പീഡിലൊക്കെ നമ്മൾ പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ ശബ്ദം കേൾക്കാം. എന്നുവെച്ചാൽ
അങ്ങനെ ഉണ്ടല്ലോ, ശബ്ദം എഞ്ചിൻ്റെ നോട്ട് ഭയങ്കരമായിട്ട് കേൾക്കാം, പക്ഷേ വണ്ടി അതിനനുസരിച്ച് മൂവ് ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യില്ല. ശരിക്കും എഞ്ചിൻ നോട്ട് അത്രയും കൂടുതൽ വരുന്നതുകൊണ്ടാണ്. പക്ഷേ മൂവ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും വണ്ടി. എന്നാലും ഇപ്പോൾ ഒരു ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ പോലെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷേ എങ്കിലും ഡീസൻറ്റ് പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ ഞാൻ ശരിക്കും എപ്പോഴാണ് ഇതെങ്ങനെ എൻജോയ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും ഒരു 60-70 സ്പീഡിലൊക്കെ ആയിരിക്കുമല്ലോ. ഒരു 60 സ്പീഡ് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ 60 സ്പീഡിൽ നിന്നൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് സ്പോർട്സ് മോഡിലേക്ക് ഇട്ടിട്ട് ഡൗൺ ചെയ്യുന്നതെങ്കിൽ അപ്പം നന്നായിട്ട് കയറിപ്പോവും. അപ്പം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു പെർഫോമൻസ് അല്ല അത് തരിക. അതാ ഞാൻ പറഞ്ഞത്, അതും അതിനൊരു മെത്തേഡുണ്ട്. അത് സ്ലോ സ്പീഡിൽ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും കിട്ടില്ല. CVT ആയതുകൊണ്ട് ആണത് ആക്ച്വലി. പക്ഷേ ഒരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ കാല് കൊടുക്കുന്നതെങ്കിൽ, ഡൗൺ ചെയ്തിട്ട് കാല് കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ട് കയറിപ്പോവും. ആ സമയത്ത് നമുക്ക് തീരെ പവർ കുറവ് ഫീൽ ചെയ്യില്ല. അപ്പോൾ CVTയുടെ ആ ഒരു വലിയ പ്രശ്നം നമുക്ക് തോന്നില്ല. പിന്നെ ഹോണ്ടയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അതായത് ഹോണ്ടയ്ക്ക് 10 വർഷം വാറണ്ടി ഉണ്ട്. അതുപോലെ 10 വർഷം ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും അവർ കൊടുക്കും. അത് വേറൊരു മാനുഫാക്ചേഴ്സ് ആക്ച്വലി കൊടുക്കാത്തൊരു കാര്യമാണ്, 10 വർഷം വാറണ്ടി ഒന്നും. അതും വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവ് ആക്സിൽ, അതുപോലെ ലോവർ ആം, അങ്ങനെ എല്ലാം, ഈ ബ്രേക്സ് എന്ന് പറഞ്ഞാൽ റോട്ടറൊന്നുമല്ല, അതിൻ്റെ കാലിപ്പർ എല്ലാം അണ്ടർ വാറണ്ടിയാണ്. അത് 10 വർഷം വരെ. അതായത് ഇപ്പോൾ 5 വർഷം വരെ, ഇപ്പം 3 വർഷം വാറണ്ടി, അത് കഴിഞ്ഞ് എക്സ്റ്റൻഡഡ് വാറണ്ടി കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാ വർഷവും റിന്യൂ ചെയ്യണം. പക്ഷേ എങ്കിലും അത് ഭയങ്കര ഒരുപാട് കാശൊന്നുമില്ല. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, പലർക്കും അറിയില്ല. അപ്പോൾ അതൊരു കാര്യമാണ് ഹോണ്ടയുടെ. പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അതും 10 ഇയർ അവർ തരുന്നുണ്ട്. വേറെ ഒരു ബ്രാൻഡും തരുന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ശരിക്ക് എന്താ പറയുക, ഒരുപാട് ഹോണ്ട ഫാൻസ് ഉണ്ട്. അത് വെറുതെ അല്ല എന്നുള്ള സത്യം പറഞ്ഞ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഭയങ്കര ക്വാളിറ്റിയാണ്, കംപ്ലൈൻറ്റും അങ്ങനെ ഒന്നുമില്ല. നമ്മളൊന്നും ചിന്തിക്കേണ്ട, വണ്ടി പെട്രോൾ അടിക്കുക, ഓടുക എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും നമുക്കൊരു തലവേദനയില്ല എന്നുള്ളത്. ഭയങ്കര യാത്രാസുഖമാണ്. ഇപ്പോൾ ഇത് ഫുൾ ഓപ്ഷനാണ്, ZX ആണ്. അപ്പോൾ ഇതിൽ ഫുൾ ലെതർ, ജെന്യൂൻ ലെതറാണ് വരുന്നത്. അപ്പോൾ ശരിക്കെല്ലാം, ഈവൻ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും ഭയങ്കര റിലാക്സിങ് ആണ്. നമ്മൾ ആ ഒരു സീറ്റിംഗ് പൊസിഷൻ റിലാക്സിങ് ആണ്. ലോങ് യാത്ര ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ വണ്ടി എന്ന് പറയുന്നത് എവറി 6 മന്ത് അല്ലെങ്കിൽ 10,000 കിലോമീറ്ററിലാണ് നമുക്ക് സർവീസ് ഉള്ളത്. എനിക്കൊന്ന് 2019 ശേഷമുള്ള വണ്ടിക്ക് ഇയർലിയാണ് ഇപ്പോൾ സർവീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ 6 മാസം കൂടുമ്പോഴും നമ്മൾ വണ്ടി സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകും. അപ്പോൾ അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അത് ആ കാലം വരെയുള്ള 2018 വരെയുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ അത്രയും വെൽ മെയിൻറ്റെയിൻ. എവറി 6 മന്ത് ഷോറൂം അവർ ചെക്ക് ചെയ്യുമല്ലോ. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. പക്ഷേ അത് ചിലർക്കത് ഒരു ഇറിറ്റേറ്റിംഗ് ആണ്. കാരണം എല്ലാ 6 മാസം കൂടുമ്പോൾ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം 6 മാസം കൊണ്ട് 10,000 കിലോമീറ്റർ കൂടുന്നവർ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ വാറണ്ടിയിലാണെങ്കിൽ നമ്മൾ പെർഫെക്റ്റായിട്ട് നമ്മുടെ സർവീസ് ഒന്നും മുടക്കാൻ പറ്റില്ല. കാരണം സർവീസ് ഏതെങ്കിലും നമ്മൾ മിസ് ചെയ്യുകയാണെങ്കിൽ വാറണ്ടി കട്ടായി പോകും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതല്ല. അപ്പം പിന്നെ നല്ല മൈലേജ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ കാണിച്ചല്ലോ, ടെസ്റ്റ് ചെയ്ത് കാണിച്ചല്ലോ. അപ്പോൾ അങ്ങനെ നല്ല മൈലേജ് ഉണ്ട്, നല്ല ഡ്രൈവിംഗ് കംഫർട്ടുണ്ട്, ട്രാവൽ ചെയ്യാൻ സുഖമാണ്, കംപ്ലയിൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നിട്ടുള്ളൊരു ബ്രാൻഡാണ് ഹോണ്ട. അതിപ്പോൾ ഞാൻ പറയണമെന്നില്ല, വേൾഡ് മുഴുവൻ അറിയുന്നതാണ്. ഈ പെട്രോൾ എഞ്ചിൻ പ്രത്യേകിച്ചും, കാരണം ഇത് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനാണ്. അത് വേൾഡ് മുഴുവൻ, ഓൾ വേൾഡിലുള്ള ലക്ഷക്കണക്കിന് ഹോണ്ട വണ്ടികളെല്ലാം ഉപയോഗിക്കുന്ന സെയിം എഞ്ചിനാണ്. അപ്പോൾ അത്രയും പ്രൂവൺ ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരാനൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, അല്ലേ? ഇനി ബാക്കി നീ പറഞ്ഞോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ പിന്നെ അത് പറഞ്ഞു, നമ്മൾ കുറേ വീഡിയോസ് ഉണ്ടല്ലോ, കുറേ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് വീഡിയോസ് ഞങ്ങൾ പരസ്പരമുള്ള കുറേ സംഭവങ്ങളൊക്കെ അവൾ പറയും, ചേട്ടാ വീഡിയോ ചെയ്യാം, നമുക്ക് ചെയ്യാം. ഓക്കെ, എന്നാൽ ഏട്ടൻ എഴുതിക്കോ. ഞാനോ? അപ്പോൾ നീ അല്ല ചേട്ടൻ എഴുതിക്കോ. അങ്ങനെ എനിക്കൊന്നൊരു ഇത്ര കെട്ടിട്ടല്ലേ സ്ക്രിപ്റ്റ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ഷൂട്ട് ചെയ്യാൻ മാത്രം പറ്റൂല. അതെ,
ഞാൻ പറഞ്ഞതൊക്കെ ആൾക്കാർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അടുത്തോട്ടൊന്ന് എന്തെന്ത് കാരണം അതെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു. അപ്പോൾ ഒരു മൈക്ക് ഞാൻ താഴെ വീണ് അതങ്ങ് പൊട്ടി. അപ്പോൾ ഒറ്റ മൈക്കിലാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന വഴിക്ക് അപ്പോൾ അതുകൊണ്ടാണ് വരുന്ന വഴിക്ക് പൊട്ടി വരുന്ന വഴിക്കാണ് അത് സംഭവിച്ചത്. അതുകൊണ്ട് അടുത്തോട്ട് വന്നാലേ ഞാൻ പറയുന്ന ആൾക്കാർ കേൾക്കത്തുള്ളൂ. അത് ശരിയാണല്ലോ ഇതല്ലേ. അപ്പൊ നീ പറഞ്ഞു അതല്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ കാണുമ്പോഴൊക്കെ അറിയിക്കുക, അല്ലെങ്കിൽ കമൻസ് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. ഭയങ്കര ഫ്രണ്ട്ലിയാ. കന്നഡ അറിയില്ല. ഹലോ, ഹൗ ആർ യു? ഹായ്, ഹലോ. കൊണ്ടിട്ട്